നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ നാം അതിൻ്റെ ഫോക്കസ് ലക്ഷ്യത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ അകറ്റിക്കളയുന്ന ആത്മീയമായി നാം ചിന്തിക്കുന്ന, ആത്മീയമെന്ന് നാം ചിന്തിക്കുന്ന പല ഘടകങ്ങളുണ്ട്. യഥാർത്ഥ മാർഗത്തിനും യഥാർത്ഥമായിരിക്കുന്ന ദൈവിക ലക്ഷ്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന വിപരീതങ്ങളുണ്ട്. Those things which are opposite to the best things. അത്യുത്തമമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വേഗം മനസ്സിലാകുന്നതാണ്. എന്നാൽ ദൈവിക ലക്ഷ്യങ്ങൾക്ക് സഹായകരം എന്ന് നാം ചിന്തിക്കുന്ന അനവധി കാര്യങ്ങൾ സഹായകം ആയിരിക്കെ തന്നെ നാം വിചാരിക്കുന്നതിലുപരി തടസ്സങ്ങളാകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മറക്കരുത്. Where the good things are the enemy of the best things. നല്ല കാര്യങ്ങൾ അത്യുത്തമ കാര്യങ്ങൾക്ക് വിരുദ്ധമായി വരിക. ഈ ബന്ധത്തിൽ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളുടെ ഹൃദയങ്ങൾ പതിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ ലോകത്തിലെ സകല മനുഷ്യരും ജീവിക്കുന്നത് രണ്ട് ദിക്കുകളിലായിട്ടാണ്, രണ്ട് ടെൻസിലാണ്, രണ്ട് കാലങ്ങളിലായിട്ടാണ്. നമുക്കിങ്ങനെ പറയാം, ഒന്നുകിൽ ആളുകൾ ജീവിക്കുന്നത് അവരുടെ ഭൂതകാലത്തിലാണ്, അല്ലെങ്കിൽ ആളുകൾ ജീവിക്കുന്നത് അവരുടെ ഭാവി കാലത്തിലാണ്. ആളുകൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് വളരെ പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അതിലധികവും വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങളാകണം എന്നില്ല. പഴയ കാലത്തെ നോക്കി കണ്ടംപ്ലേറ്റ് ചെയ്യുന്നവർ, അതിനെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പലർക്കും. കുട്ടിക്കാലം, കൂട്ടുകാരുമായിട്ട് കളിച്ചു നടന്ന കാലം, പ്രത്യേക ലാളന മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ളവർ, എല്ലാവരുമല്ല, അങ്ങനെയുള്ളവർ. ഗുഡ് മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ. ഇങ്ങനെയുള്ള അല്പം ചില കാര്യങ്ങൾ പുലർത്തുന്നവർ കുറച്ച് പേരെങ്കിലുമുണ്ട്. എന്നാൽ ചിലരെ സമയത്തോളം അങ്ങനെ തന്നെയും പുലർത്തുവാനില്ലാത്തവരാണ് വളരെ കൂടുതൽ ആളുകൾ എന്ന് ആളുകളോട് ഇടപെട്ടതിൽ നിന്നും മനുഷ്യനെ അറിയുന്നതിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പഴയ കാലത്തിൻ്റെ ദുഃഖങ്ങളിൽ, വേദനകളിൽ, മുറിവുകളിൽ, ഭയങ്ങളിൽ, അപജയങ്ങളിൽ, ദുരന്തങ്ങളിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ ഒന്ന് ഓർക്കാൻ പോലും കഴിയത്തില്ല. എന്നോട് അത് പറയരുതേ. അതുകൊണ്ടാണ് പലരെ സമയത്തോളം അവരുടെ ജീവിതം എത്രയാണെങ്കിലും ഒരു ദുഃഖം അവരുടെ പുറകിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അവരുടെ സ്വഭാവത്തെയും കാഴ്ചപ്പാടുകളെയും ജീവിത വീക്ഷണത്തെയും ആ കാര്യങ്ങൾ ഗ്രസിക്കുന്നു. They are governed by their past. അവരുടെ ഭൂതകാലത്താൽ അവരുടെ ജീവിതം സ്വാധീനിക്കപ്പെടുകയാണ്, ഭരിക്കപ്പെടുകയാണ്. നമ്മുടെ സ്വഭാവം, പ്രതികരണങ്ങൾ, മനോഭാവങ്ങൾ, ബന്ധങ്ങൾ, ചിന്താഗതികൾ, ഇതിനകത്തെല്ലാം നാം വിചാരിക്കുന്നതിൽ കൂടുതൽ ഭൂതകാലമുണ്ട്.
സോ ഇങ്ങനെയാണ് വളരെ പേരും ജീവിക്കുന്നത്. They dwell in their past. അവരുടെ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങനെയുള്ളവരിൽ അധികം പേരും അതിനോട് ചേർന്ന് പിന്നെ ആകെ ആശ്വാസം കാണുന്നത് നല്ല കാലം ഉണ്ടാകുമായിരിക്കും, ഏതായാലും ഈ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, അത് കിട്ടിയിട്ട് വേണം, ഒടുവിൽ ഒരു വീട് വെക്കാൻ പറ്റി, ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് നോക്കി ജീവിക്കുക. അവരുടെ ജീവിതം ഒന്നുകിൽ ഭൂതകാലത്ത് അല്ലെ ഭാവിയിൽ. വർത്തമാനകാലത്ത് അവർക്കൊരു ജീവിതമില്ല. ഇപ്പോൾ നന്നെന്ന് പറയുവാൻ, സന്തോഷകരമെന്ന് പറയുവാൻ കാര്യങ്ങളൊന്നും ആളുകൾക്കില്ല. അതുകൊണ്ടാണ് ആളുകൾക്കെല്ലാം എപ്പോഴും എന്തെങ്കിലും ആഘോഷങ്ങൾ വേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ഓഫീസിലായിരിക്കുന്ന സമയത്ത് ഈവനിങ് ടീയുടെ കൂടെ ഒരു സ്നാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇന്ന് ആരുടെയാ ബർത്ത്ഡേ? ഒരു സ്നാക്ക് കഴിക്കണമെങ്കിൽ ഒരു ബർത്ത്ഡേ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്നൊരു സ്നാക്കുണ്ട്. എന്തെങ്കിലും ജീവിതത്തിൽ സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും മനുഷ്യർക്ക് എപ്പോഴും എന്തെങ്കിലും ഒന്ന് വേണം. അതില്ല എങ്കിൽ ജീവിതം എന്തു വിരസമാണ്. നിങ്ങളുടെ പള്ളിയിലൊരു പെരുന്നാളില്ലെങ്കിൽ, അല്ലെങ്കിൽ മുമ്പോട്ട് വരാനുള്ളൊരു ഉത്സവത്തെ നോക്കുന്നില്ല എങ്കിൽ, ആ ഒരു പ്രതീതി ആളുകൾ ഭാവിയെ നോക്കി. സോ they don't have a life in the present. Their life is either in the past or in the future. വർത്തമാനകാലത്ത് അവർക്കൊരു ജീവിതമില്ല. ഒന്നുകിൽ മുമ്പ് അല്ലെങ്കിൽ നാളെ. ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ആളുകളെ സംബന്ധിച്ചോളം. ഞാൻ ആ കാര്യം പറഞ്ഞ് മനുഷ്യജീവിതത്തിൻ്റെ ഒരു ആ പരമാർത്ഥത യാഥാർത്ഥ്യത്തിലേക്കൊക്കെ പോയി ഈ സമയം എടുക്കുകയല്ല ചെയ്യുന്നത്. ഐ എം കമ്മിങ് മോർ ഇൻ ടു ദ ഫോക്കസ് ഓഫ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരികയാണ്. ദൈവമക്കൾക്ക് കർത്താവിൽ ലഭിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ജീവിതമാണ്. യേശുക്രിസ്തു നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ്? എ ലൈഫ് ടു ലീവ്, ജീവിക്കുവാനുള്ളൊരു ജീവിതമാണ്. ആ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, വീണ്ടും ജനിച്ചിട്ടുള്ള ജീവിതം. വീണ്ടും ജനിച്ച ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പുതുതായിട്ട് തുടങ്ങുവാനൊരു ചാൻസ് തരിക. പണ്ടത്തെ ഓർമ്മകൾ, പണ്ടത്തെ ദുഃഖങ്ങൾ, പണ്ടത്തെ അപജയങ്ങൾ, പണ്ടത്തെ ഒക്കെ പോട്ടെ. ഐ എം ഗിവിങ് യു എ ന്യൂ ലൈഫ്. ഞാൻ നിനക്കൊരു പുതിയ ജീവൻ തരികയാണ്, ഒരു പുതിയ ജീവിതം തരികയാണ്. അതിനെ ഈ വീണ്ടും ജന്മം വീണ്ടും ജന്മം എന്ന് പറയും. അല്ലാതെ ഞങ്ങളുടെ വിശ്വസിക്കുന്ന വീണ്ടും ജന്മത്തിലാണ് ഐ എം ബോൺ അഗെയിൻ. ഇതൊക്കെ ആളുകൾ ഐ എം ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ what do they mean? ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ദൈവം എനിക്ക് ഒന്നുകൂടി ജീവിക്കുവാൻ ഒരവസരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. ഓക്കെ, ഇനി ഇത് ഓർക്കുക, ദൈവം ഒന്നുകൂടി ജീവിക്കുവാൻ ഒരു അവസരം നൽകിയപ്പോൾ ദൈവം അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, നോ മോർ ലിവ് ഇൻ യുവർ പാസ്റ്റ്. നിന്റെ ഭൂതകാലത്തിൽ ഇനിമേൽ ജീവിക്കരുത്. ഭാവി എന്നുള്ളത് കണക്കൂട്ടി നീ ജീവിക്കരുത്. നിന്റെ ജീവിതം എന്നിലാണിരിക്കുന്നത്. നിന്റെ ജീവിതം എന്നിലാണിരിക്കുന്നത്. ഇതാണ് വീണ്ടും ജനന ജീവിതം. അതൊരു ജീവിതമാണ്. ദൈവമക്കൾ ഇനി ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലാണേലും ദൈവത്തെ അറിഞ്ഞു, വീണ്ടും ജനിച്ചു, ഒന്നുകൂടെ ജീവിക്കുവാൻ കർത്താവ് പുതിയൊരവസരം നൽകിയിരിക്കുന്നു. ഇനിമേൽ ആ ജീവിതം കർത്താവ് തന്ന നാൾ മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പുറകോട്ട് നോക്കി ജീവിക്കരുത്. പലരും അവരുടെ ക്രിസ്ത്യതയെക്കുറിച്ച് പറയുമ്പോൾ
പുറകോട്ട് നോക്കിയാതെ പറയുന്നു. അന്നത്തെ നല്ലൊരു കൂട്ടായ്മയായിരുന്നു. അതുപോലൊന്നും കിട്ടുമോ? അന്നത്തെ തന്നെ സന്തോഷമായിരുന്നു. പഴയ കാലത്തിൻ്റെ ഓർമ്മകളിൽ ക്രിസ്ത്യ ജീവിതം ജീവിക്കുക. പിന്നെ ചിലരെ സമയത്തോളം മുൻപോട്ട് നാളെ നോക്കിയുള്ള ജീവിതം, പ്രതീക്ഷകൾ. തങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ഭാവിയിലെ പ്രതീക്ഷകളായിട്ട് ജീവിക്കുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാര്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇതിൻ്റെ നടുവിൽ നാം പിന്നെയും മെസ്സി എന്നൊരു കാര്യമാണ് ദൈവം നോക്കുന്നിരിക്കുന്ന ജീവിതം. ദൈവം അപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ജീവിതം ദൈവത്തിലാണ്. അത് പുറകോട്ടും മുൻപോട്ടും നോക്കിയല്ല. നമുക്കിങ്ങനെ നമ്മളോട് ചോദിക്കാം, വേർ ഡസ് യുവർ ലൈഫ് കൺസിസ്റ്റന്റ്? നിന്റെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത്, ഉൾപ്പെട്ടിരിക്കുന്നത്? എന്തിലാണ് ജീവിക്കുന്നത്? ഇന്നലകളിലല്ല, നാളെകളിലുമല്ല. ടുഡേ, ഇന്നാണ്. ദൈവ മക്കൾ ഇന്നിൻ്റെ പ്രാധാന്യം അറിഞ്ഞില്ല എങ്കിൽ അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ടുഡേ, ഇന്നിൻ്റെ ജീവിതം. നിങ്ങളുടെ സമർപ്പണം എന്നാണ്? ഇന്നാണ്. നിങ്ങളുടെ ഡിവോഷൻ, കർത്താവിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആ ഭക്തി, ആദരവ്, സ്നേഹം, ഇതെന്താണ്? അന്നുണ്ടായിരുന്നു? നോ. നാളെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണ്? നോ, ടുഡേ. കർത്താവിനോട് ചേർന്നുള്ള നടപ്പ് എന്നാണ്? ഇന്നാണ്. എല്ലാം ഇന്നാണ്. ടുഡേ, ഇന്നാണ്. ദൈവമക്കളെ, നമ്മുടെ ഓരോ ദിവസവും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഇന്ന്. ഒരു പാട്ടിൽ പറയുന്നുണ്ട്, എപ്പോൾ സ്നേഹിച്ചോ, എപ്പോൾ സ്നേഹിച്ചോ, എപ്പോൾ സ്നേഹിച്ചോ, അതിപ്പോൾ തന്നെ. എന്ന് നാം ദൈവസന്നിധിയിൽ കടന്നു വരേണ്ട ഒരു പരിചയം ആവശ്യമാണ്. നാം കടന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞല്ല തുടങ്ങേണ്ടത്. കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫൈൻ ട്യൂൺ യുവർ സെൽഫ്സ് ഫോർ ടുഡേ. ഇന്നത്തേക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. പല ആശങ്കകൾ, ഭയങ്ങൾ, നാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട്, കർത്താവേ, ഡോണ്ട് സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ടുമോറോ ആൻഡ് ഫോർ നെക്സ്റ്റ് മന്ത്. നാളത്തേക്ക് വേണ്ടിയും അടുത്ത മാസത്തേക്കും വേണ്ടി അല്ലേ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എത്ര കുറച്ചാണ് ഇന്നത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചപ്പോൾ ആഹാരത്തിന് വേണ്ടി ചോദിക്കാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഗിവ് us our daily bread. ഞങ്ങളുടെ ഇന്നത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? കർത്താവേ, ഈ തന്ന ദിവസത്തിനായി സ്തോത്രം, ഈ തന്ന ദിവസത്തിനായി സ്തോത്രം. ഞാൻ കർത്താവിനോട് പറയാറുണ്ട്, ലോർഡ്, താങ്ക് യു ഫോർ ദിസ് ഡേ. ഈ ദിവസത്തിനായി സ്തോത്രം. ഐ താങ്ക് യു ഫോർ യുവർ പ്രൊവിഷൻസ് ഫോർ ദിസ് ഡേ. അവിടുത്തെ ഇന്നത്തെ ഉദവികൾക്ക്, പരിപാലനങ്ങൾക്ക്, നടത്തിപ്പുകൾക്ക്, ഇന്നത്തേക്കുള്ള എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശങ്ങൾക്ക്, ഫോർ എവ്രിതിങ് ലോർഡ്, താങ്ക് യു. ഇന്ന് ജീവിക്കുവാൻ ഒരു ജീവിതം തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ജീവിക്കുവാൻ ഒരു ജീവിതം നൽകിയതിനായി സ്തോത്രം. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ഓഫ് ലൈഫ് ഫോർ ടുഡേ. ഇന്നത്തെ ജീവിതത്തിനായി സ്തോത്രം. എന്താ അതിൻ്റെ പ്രത്യേകത?
ഇന്നത്തേക്കുള്ള ദൈവഹിതത്തിനായി സ്തോത്രം. ഇന്നെനിക്ക് നടക്കുവാൻ അവിടുന്ന് നിയമിച്ചിരിക്കുന്ന വഴികൾക്കായി സ്തോത്രം. ഇന്നത്തേക്ക് അവിടുന്ന് എനിക്ക് ലഭിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു ലോർഡ് ഫോർ മൈ കോൾ ടുഡേ. ഇന്നത്തേക്കുള്ള എൻ്റെ വിളിക്കായി സ്തോത്രം. ഇന്നത്തേക്കുള്ള അവിടുത്തെ എല്ലാ പ്രൊവിഷൻസിനായും സ്തോത്രം. എത്ര നല്ലതാണ് ലിവിങ് ഡെയിലി, എന്നും എന്നും ഓരോ നാളും ജീവിക്കുക എന്നുള്ളത്. എന്ത് കാര്യങ്ങൾ, നാളത്തെ കാര്യങ്ങൾ ഓർത്താ നമ്മളിങ്ങനെ വി നെവർ ലിവ് ടുഡേ. അന്നല്ല നാം ജീവിക്കുന്നത്. ദൈവമക്കളും ജീവിക്കുന്നത് നാളത്തെ ഇതിലാണ് ജീവിക്കുന്നത്. വേണ്ട. ഗോഡ് ഓഫ് ടുഡേ, ഇന്നത്തെ ദൈവം, ഇന്നത്തെ എൻ്റെ ജീവിതം, ഇന്നത്തെ ദൈവത്തിൻ്റെ ശക്തി, ഇന്നത്തെ ദൈവത്തിൻ്റെ കൃപ, ഇന്ന് ഞാൻ ജീവിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന നിയമം. താങ്ക് യു ലോർഡ്. ആൻഡ് ഐ എം ഹിയർ ലോർഡ്. ഞാനിതാ ഇന്ന് അവിടുത്തെ സന്നിധിയിൽ. നിങ്ങളിങ്ങനെ പറയാൻ അഭ്യസിക്കണം, ലോർഡ് താങ്ക് യു, ദിസ് ഈസ് യുവർ ഡേ. കർത്താവേ, ഇത് അവിടുത്തെ ദിവസമാണ്. ഇപ്പോൾ കർത്താവ് നിങ്ങൾ കേൾക്കാൻ കഴിയും, ഇറ്റ്സ് മൈ ഡേ ആൻഡ് യുവർ ഡേ. ഇതെൻ്റെ ദിവസവും നിൻ്റെ ദിവസവുമാണ്. വി വിൽ ലിവ് ടുഗെദർ. നാം ഒരുമിച്ച് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. There is life to live today. There is a race to run today. ഇന്നെനിക്ക് ജീവിക്കുവാനുള്ളൊരു ജീവിതമുണ്ട്. ഇന്നെനിക്ക് ഓടുവാനായിട്ടുള്ളൊരു ഓട്ടമുണ്ട്. ഇന്ന് ചെയ്യുവാനായിട്ടുള്ളൊരു ദൈവഹിതമുണ്ട്. ആൻഡ് മോർ, മൈ ഗോഡ് ലിവ്സ്. എൻ്റെ ദൈവം ജീവിക്കുന്നു. ദ ഗോഡ് ഓഫ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൈവം. പാട്ടുകാരൻ പറയുന്ന പോലെ, നാളെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖ വേളകൾ വരുമെന്ന് കലങ്ങേണ്ട. അതവിടെ വിട്. ലേൺ ടു ലിവ് ടുഡേ. ഇന്ന് ജീവിക്കുവാനായിട്ട് പഠിക്കുക. Praise the Lord. The big problem is we overlook our todays. നമ്മുടെ അതാത് ദിവസത്തെ നാം കടന്ന് പുറകോട്ടും മുമ്പോട്ടും നോക്കി ജീവിക്കുന്നു. ആൻഡ് how we miss our daily life. ദിവസമുള്ള നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവമക്കളുടെ ജീവിതത്തിൽ ആ ഒരു ഉൾക്കാമ്പ്, ആ ഒരു യാഥാർത്ഥ്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ തികയ്ക്കേണ്ട ദൈവപ്രവൃത്തിയുടെ ആ തുടർച്ചയായിട്ടുള്ള ആ വർധനവ്, ക്രമാനുഗതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, അനുദിന ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, നാൾതോറും അവൻ്റെ ദയയെയും രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയും ധ്യാനിക്കുന്നതെനിക്ക് നല്ലത്. എങ്ങനെയാ? ഐ കം ലോർഡ്, താങ്ക് യു ഫോർ യുവർ മെർസി ഫോർ ദിസ് ഡേ. നാൾതോറും അവിടുത്തെ ദയ. പിന്നെ രാത്രിയിൽ എന്താ? താങ്ക് യു ലോർഡ് ഫോർ ദിസ് ഡേ. ഈ ദിവസത്തിനായി സ്തോത്രം, അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇത് എത്ര എത്ര പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ജീവിതത്തിൽ. നമ്മിങ്ങനെ ദൈനംദിനമുള്ളൊരു ജീവിതം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ടുഡേ. ദൈവമക്കൾ ഇന്നലകളിലല്ല നാളുകളിലല്ല എന്ന് ജീവിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അവരുടെ ശ്രദ്ധയെ ഫൈൻ ട്യൂൺ ചെയ്ത് തുടങ്ങണം. ഫെയ്ത്ത് ഫോർ now. ഇപ്പോഴത്തേക്കുള്ള വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? എല്ലാവരും പറയും നാളെ കർത്താവ് എന്നെ സഹായിക്കുമെന്നാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അത് സംഭവിക്കും. എന്താ വിശ്വാസം? മൈ ജസ്റ്റ് ഷാൽ live by faith. എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ നാളെ ജീവിക്കുമെന്നല്ല, ടുഡേ. എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് പറയുന്നത് അതൊരു പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആണ്. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം
ധൈര്യമെടുത്ത് വേണം വിശ്വാസത്തിൻ്റെ ജീവിതം ജീവിക്കുവാനായിട്ട്. നാം എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, today if you hear his voice, do not harden your hearts. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനപ്പെടുത്തരുത്. എപ്പോഴാണ് അവൻ്റെ ശബ്ദം കേൾക്കുന്നത്? today. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വർത്തമാനത്തിന് ഓരോ ദിവസത്തിനുമുള്ള പ്രാധാന്യം. ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്ന സമയങ്ങളിൽ വലിയ ഒരു പ്രശ്നം സംഭവിക്കാം. എന്താണ്? നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അപ്പീൽ നഷ്ടപ്പെട്ടിരിക്കാം. അതിൻ്റെ ശബ്ദം, അതിൻ്റെ ആഹ്വാനം, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ മുമ്പിലുള്ള ദൈവിക വിളി നമുക്ക് സമയം കൊണ്ട് നഷ്ടപ്പെടാം. എങ്ങനെയാണ് സംഭവിക്കുന്നറിയാമോ? ഹാർഡനിങ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ കാഠിന്യങ്ങൾ വഴി. എങ്ങനെ ഹൃദയകാഠിന്യം ഉണ്ടാകും? ഹൃദയകാഠിന്യം എങ്ങനെ ഉണ്ടാകും? ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഹൃദയകാഠിന്യം ഉണ്ടാകുന്നത്? അതിൻ്റെ ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നില്ല. ഹൃദയകാഠിന്യം, നമുക്ക് ഹൃദയകാഠിന്യം ഉണ്ടോ? ഹൃദയകാഠിന്യം ഉണ്ടോ? ചില വസ്തുക്കളുണ്ട് പ്രകൃതിയിൽ, പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ട് എക്സ്പോസ്ഡ് ആയ അപ്പക്കട്ടിയാവും. നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് പല നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രത്യേകത, വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് കുഴയും. എത്ര വേഗത്തിലാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കട്ടിയാകും? The fastest hardening thing is the heart of man. എത്രയും വേഗത്തിൽ കട്ടിപിടിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹൃദയം, മനുഷ്യഹൃദയം. ചില ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇപ്പം പറഞ്ഞപ്പോൾ അങ്ങ് വാങ്ങിച്ചു കേട്ടോ, നാളെ കിട്ടിയില്ല എന്നിരിക്കും. മനുഷ്യരാ ഓരോ സമയത്ത് പറയുന്ന വികാരം, നമ്മുടെ വികാരത്തെക്കാളും യാഥാർത്ഥമായിരിക്കുന്നതിൻ്റെ പുറകിൽ മറ്റ് ഘടകങ്ങളുണ്ട്. ഹൃദയം കഠിനപ്പെടുക, അത് ഏറ്റവും സംഭവിക്കുന്നൊരു കാര്യം ദൈവമക്കളുടെ ജീവിതത്തിലാണ്. കാരണം നമുക്കാണ് ഫ്രീക്വൻ്റായിട്ട് കൂടിവരവുകളുള്ളത്. കൂടെ കൂടെ നാം കൂടി വരുന്നു. ദൈവസന്നിധിയിൽ ഭക്തന്മാരുടെ ഗാനങ്ങൾ പാടി നമ്മുടെ ഹൃദയങ്ങൾ ത്രസിക്കപ്പെടാറുണ്ട്, അലിയപ്പെടാറുണ്ട്. ദൈവവചനത്തിൻ്റെ കേൾവിയിൽ പലപ്പോഴും അതിൻ്റെ ആഹ്വാനത്തിന് മുമ്പിൽ നമുക്കതിനെക്കുറിച്ചുള്ള വലിയ ആശ നമ്മുടെ ഹൃദയങ്ങളിൽ വരാറുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം കഠിനപ്പെടാതിരിക്കുവാനായിട്ടുള്ള പ്രൊവിഷൻസ് ദൈവം ധാരാളം നൽകിയിരിക്കുകയാണ്. പുതിയ സഭ ആദ്യം കൂടി വന്നിരുന്ന സമയത്ത് അവർക്ക് എല്ലാ ദിവസവും കൂടിവരവുകളുണ്ടായിരുന്നു, പ്രാർത്ഥനകളുണ്ടായിരുന്നു, വചന കേൾവികളുണ്ടായിരുന്നു. വൈ വി നീഡ് ദാറ്റ്? എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്? നമ്മുടെ ഹൃദയം അത്ര കുഴപ്പം പിടിച്ചതാ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആളുകളൊക്കെ പറയാറില്ലേ, എൻ്റെ ഹൃദയം ദൈവം അറിയുന്നു. ദൈവം അറിയുന്നുണ്ട് കുഞ്ഞെ, നിനക്ക് മനസ്സിലായിട്ടില്ല, ഭയങ്കര കുഴപ്പം പിടിച്ചതാണ് ഹൃദയം.
കർത്താവിൻ്റെ പിന്നെ ചെന്ന് ഓശാന 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 വിളി. അവർ തന്നെയല്ലേ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത്, ഇത് കഠിനവാക്കെന്ന് പറഞ്ഞത്. ഹൃദയം വലിയ കുഴപ്പം പിടിച്ചതാണ്. അപ്പൊ എന്ത് സംഭവിക്കണം? കാഠിന്യമുണ്ടാകരുത്. കാഠിന്യമുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് നിങ്ങൾ അവരുടെ വചനം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ എന്ന വണ്ണം നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും ഓർക്കണം, ദൈവവചനത്തിൻ്റെ ആ അപ്പീൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്കപ്പോൾ കിട്ടുന്ന ഒരു വികാരം നാം വിചാരിച്ചു ഏതാണ്ട് ആ കേൾവിയിൽ തന്നെ നമ്മൾ ആത്മീയരായി, ആ കേൾവിയിൽ തന്നെ നമുക്ക് കിട്ടിപ്പോയി, ഈ കേൾവിയിൽ തന്നെ ഞാനങ്ങ് തുടങ്ങാൻ പോവുകയാണ്. കുഴപ്പമില്ല, ആപ്രിസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവവചന കേൾവിയിൽ നിങ്ങളതിനെ ആസ്വദിക്കുന്നത്. വണ്ടർഫുൾ, പ്രൈസ് ലോർഡ്, താങ്ക് യു ലോർഡ്, നന്ദി കർത്താവേ, അത് പറയുന്നത് നല്ലതാണ്. അതുമാത്രമല്ല നാം എഴുതിയെടുക്കുന്നത് അങ്ങനെയുള്ളവർ, അതും നല്ലതാണ്. പക്ഷെ എപ്പോഴും ഓർക്കണം, നമുക്ക് അന്നേരമുള്ള പ്രതികരണങ്ങളും ആവേശങ്ങളും ഒക്കെ ഹൗ ഫാസ്റ്റ് ഇറ്റ് ഈസ് ലോസ്റ്റ്, എത്ര വേഗത്തിലാണ് അത് നഷ്ടമാകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിക്കണം. ദൈവം നിങ്ങളോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിൻ്റെ മുമ്പിൽ അഭിമുഖമായി നിങ്ങൾ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന് തിരിക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ദൈവസന്നിധിയിൽ തല കുനിച്ചിട്ടുണ്ടോ? കർത്താവേ, ഇത് എന്നോടാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അനവധി ഓർക്കുവാൻ കഴിയും. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, can you be specific about God's word for your life in the past? Still you remember. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളോട് ശക്തമായിട്ട് ഇടപെട്ട ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും ഓർക്കുകയും ആ ഓർമ്മയോട് ചേർന്ന് ഞാൻ അന്നെടുത്ത തീരുമാനം, അന്നെടുത്ത നിലപാട്, അതിനെ തുടർന്ന് വന്ന എൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രേസ് ചെയ്യാൻ നമുക്കുണ്ടോ? എനിക്ക് അനേക വചനങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. That was the day I decided, here I stand Lord. നാഥ, ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ നിലപാട് ഈ കാര്യത്തിൽ എടുക്കുന്നു, ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ ജീവിതത്തെ കൊണ്ടുവരുന്നു, ഞാനിത് സംബന്ധിച്ച് തുടക്കമിടുവാനായിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം കേട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷനുള്ള നിലയിൽ പുറകോട്ട് നമുക്ക് ലിങ്ക് ചെയ്യുവാൻ കഴിയുന്ന ദൈവവചനമുണ്ടോ? അതോ നാം കേട്ടു, നമുക്ക് ആവേശമുണ്ടായി, സന്തോഷമുണ്ടായി, തീരുമാനമെടുത്തു, ദാറ്റ്സ് ഗോൺ, അത് പോയി. അങ്ങനെ ഉള്ളപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? കാലം കഴിയും തോറും ദൈവവചനത്തിന് അതിൻ്റെ അപ്പീൽ, അതിൻ്റെ ആഹ്വാനം നഷ്ടപ്പെടും. മാത്രമല്ല, കൂടുതൽ കൂടുതൽ ദൈവവചനത്തോട് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. The word will not have a message for you. ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സന്ദേശം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാകും. ഈ ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ചിലർ കുത്തിയിരുന്ന് എന്നും പുതിയ കാര്യങ്ങൾ വായിച്ചും പഠിച്ചും ഒരു പ്രസംഗം കൊണ്ടുവരുന്ന അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദം കൊണ്ടുവരുന്നവരെ സമയത്തോളം അങ്ങനെയല്ല ഉണ്ടാകുന്നത്. You will have the living word every day from God. ദൈവത്തിൽ നിന്ന് ഓരോ നാളും ജീവിക്കുവാൻ for today, ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് തരുന്ന ദൈവിക ദൂത്,
നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ആ വചനം തന്നെ നമ്മളെ ഹൃദയകാഠിന്യത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കും. Our escape from the hardness of heart is to live every day and listen to God. ദൈവത്തെ കേട്ട് നാം ജീവിക്കുകയും ആ വചനത്തിന് മുമ്പാകെ കർത്താവിനെ അനുസരിച്ചും. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പ്രകാശമായി തീരുകയും നമുക്ക് ആ വചനം അനേകർക്ക് പ്രകാശമാകുവാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യും. ദൈവമക്കളെ, ദാവീദ് പറയുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. യു ആർ മൈ ഗോഡ്. അത് ചില ഭക്തിയുടെ, പ്രാർത്ഥനയുടെ, നമ്മുടെ മതത്തിൻ്റെ ഒരു ശൈലിയല്ല. നീ എൻ്റെ ദൈവം, മൈ ഗോഡ്. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. Not yesterday's God, not tomorrow's God, but today's God. ഇന്നലത്തെ ദൈവമല്ല, നാളത്തെ ദൈവമല്ല, ഇന്നത്തെ എൻ്റെ ദൈവം. What a confidence to live every day. ഓരോ നാളിലും ജീവിക്കുവാനായിട്ടുള്ള ധൈര്യം എന്താണ്? You are my God even for this day. ഇന്നത്തെ ദിവസത്തിനും അവിടുന്ന് എൻ്റെ ദൈവമാണ്. അത് എന്നത്തെ കാര്യമാണ്? ഓരോ പ്രഭാതത്തിലും അവിടെ തുടങ്ങണം. Receive the gift of life for the day, every day. എല്ലാ ദിവസവും ജീവിക്കുവാനായിട്ടുള്ള ദൈവിക ആ ജീവിതത്തിൻ്റെ സമ്മാനം. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. ചില പറയത്തില്ലേ, ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് ഇവിടുന്ന് അങ്ങ് പോകാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. എത്ര പേരാ പറയുന്നത്? എന്നാ എന്നെ ജീവിതം. Thank you God for today and for the gift of life today. ഈ ദിവസത്തിനും ഇന്ന് ജീവിതത്തിൻ്റെ ഈ സമ്മാനത്തിനും എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഈ ഭൂതവും ഭാവിയും ഇന്നത്തേക്ക് എന്താ പറയുന്നത്? ഇന്നിനെന്താ പറയുന്നത്? ഇംഗ്ലീഷിൽ പറയുന്നത് പ്രസൻറ്റ് ഇല്ലേ? പ്രസൻറ്റ്, വർത്തമാനത്തിന് പ്രസൻറ്റ്. ഈ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്. എന്തോ അത്? പ്രസൻറ്റ് സമ്മാനം, പ്രസൻറ്റ് സമ്മാനം. You know, every day is a present. ഓരോ ദിവസവും ഒരു സമ്മാനമാണ്. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാളിനോട് ഏറ്റവും one day nearer. കർത്താവിന് വേണ്ടി ഇന്ന് ഒരുങ്ങുവാനുള്ള ദിനം, കർത്താവിനെ ഇന്ന് സേവിക്കുവാനായിട്ടുള്ളൊരു ദിനം. അങ്ങനെ നമ്മൾ കാണുമ്പോഴാണ് ജീവിതത്തിൽ ഒന്നും മാറ്റിവെക്കാനില്ല. You will find everything is part of the present. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനത്തിൻ്റെ ഭാഗമാണല്ലോ. പുതിയ ഉൾക്കാഴ്ചയോടെ ജീവിതത്തെ കാണുകയും ആ ഉൾക്കാഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം കെട്ടിപ്പടുക്കുന്നത് നാം പലപ്പോഴും കാണുന്നതിൻ്റെ, കർത്താവ് ഇതെന്നെ ഇങ്ങനെ സംഭവിക്കുന്നു, കർത്താവ് ഇതൊന്ന് മാറ്റിത്തരണമല്ലോ, ഈ കാര്യം എങ്ങനെയും ഒന്ന് മാറണമല്ലോ. നമ്മൾ അങ്ങനെ അതിനെ കാണുന്നു. When you find the present of God, ദൈവത്തിൻ്റെ സമ്മാനം ഓരോ ദിവസം കാണുമ്പോൾ അതിൽ കൂടി എല്ലാം കാണുന്നത്, താങ്ക് യു ലോർഡ്. കർത്താവെ എന്നെ വിവേകം പഠിപ്പിക്കുന്നു, എന്നെ അവിടുത്തെ സഹിഷ്ണുത പഠിപ്പിക്കുന്നു, എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നു, അവിടുത്തെ വഴികളെ പഠിപ്പിക്കുന്നു, എൻ്റെ ആത്മാവിൽ ശക്തി പകരുന്നു, അതിജീവിക്കുവാൻ പഠിപ്പിക്കുന്നു, കർത്താവിന് എൻ്റെ ജീവിതത്തിൽ പ്രാപ്തി നൽകുവാൻ പഠിപ്പിക്കുന്നു, കൃപ കൊണ്ട് എനിക്ക് നിറയപ്പെട്ട് ജീവിക്കുവാൻ പഠിക്കുന്നു. എവ്രി ഡേ ഈസ് എ പ്രസന്റ്. ദൈവമക്കളെ, ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ ചെന്ന് അങ്ങനെ തുടങ്ങണം. ഇതുകൊണ്ടാണ് ദൈവമക്കളെല്ലാം ആദ്യം രാവിലെ അവരുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തുടങ്ങേണ്ടത്.
ബിഗിൻ ഫ്രം ഗോഡ് എവ്രി ഡേ. എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് തുടങ്ങേണ്ട ആവശ്യം. മിസ് ഇറ്റ്, അത് നഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ആ ദിവസം കിട്ടത്തില്ല. ജീവിതത്തിൽ ആ ഒരു അഭ്യസനം, ദൈവിക അച്ചടക്കത്തിൽ ജീവിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കും. ദൈവിക അച്ചടക്കത്തിൽ ജീവിക്കുവാൻ. യെശയ്യാവ് പറയുകയാണ്, തളർന്നിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് ശിഷ്യൻ്റെ നാവ് തന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന പ്രാസംഗികൻ്റെ നാവല്ല, ബൈബിൾ ടീച്ചറുടെ നാവല്ല, സ്കോളറുടെ നാവല്ല. എനിക്കെന്താ തന്നിരിക്കുന്നത്? ദ ടങ് ഓഫ് എ ഡിസൈപ്പിൾ, ഒരു ശിഷ്യൻ്റെ നാവ്. എന്താ ഈ ശിഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ഹി അവേക്സ് മീ മോർണിംഗ് ബൈ മോർണിംഗ്. രാവിലെ, ഓരോ രാവിലെകളിലും അവൻ എന്നെ ഉണർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹി സ്പീക്സ് ടു മീ. അവൻ എന്നോട് സംസാരിക്കുന്നു. ഒന്നാലോചിച്ചേ, ദൈവത്തെ കേൾക്കാത്ത ദിവസങ്ങൾ. ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കലായാൽ ആയി, ചില എപ്പോഴെങ്കിലും ആയാൽ മതി. അതെന്തൊരു പാപ്പരത്വമാണ്, അതെന്തൊരു ശൂന്യതയാണ്, അതെന്തൊരു വിരസതയാണ്. ഏറ്റവും വലിയ കാര്യം എന്താണ്? കർത്താവിനെ കേൾക്കുന്നത് എന്തൊരു വ്യത്യാസമാണ്. ഹിയറിംഗ് ഗോഡ് എവ്രി ഡേ. ദൈനംദിനമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ പുറത്തെ മനുഷ്യൻ്റെ തലം മാത്രം അറിഞ്ഞ് ജീവിക്കുന്നവർ ഒരു കാര്യം ഉറപ്പാക്കണം, നമുക്ക് ക്ഷയം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കുള്ളതെല്ലാം കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവർ ജോയ് ഗെറ്റ്സ് ഇറോഡിങ്. നമ്മുടെ സന്തോഷം കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതത്തിലെല്ലാം നമുക്ക് കുറഞ്ഞേ വരത്തുള്ളൂ. കൂടിക്കൂടി വരുന്നൊരു മാർഗം എന്താണ്? അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. എങ്ങനെ? ഓൺ എ ഡെയിലി ബേസിസ്. ദിവസം തോറും. ഞാനിവിടെ പറയുകയാണ്, ലിവ് ഡെയിലി. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഈ ദിവസമാണ് ദൈവത്തിൻ്റെ സമ്മാനം. ഇന്ന് ജീവിക്കുക. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നാളുകൾ കഴിയും തോറും നാം ചെയ്യേണ്ട ഒരു കാര്യം, ഡെയിലി അന്യോന്യം എക്സോർട്ട് ചെയ്യണം, എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നല്ല ചിന്ത കൊണ്ട് നടക്കുന്ന നല്ലതാണ്, ഒന്ന് ഓർക്കുന്ന നല്ലതാണ്. ഇന്ന് ഞാൻ ആരെയാണ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചത്? Whom did I encourage today? ഇന്ന് ഞാൻ ആരെയാണ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചത്? Find someone today. Talk to someone today. Provoke someone today. ആരെങ്കിലും കണ്ടെത്തുക, ആരോടെങ്കിലും സംസാരിക്കുക, ആരെങ്കിലും ഒന്ന് പ്രകോപിക്കുക. ടു വാക്ക് ഇൻ ഗോഡ്സ് വേ. കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ, വിശ്വസിക്കുവാൻ, തളരാതെ ഇരിക്കുവാൻ. Amen. Many steps make a journey. അനേക ചുവടുകളാണ് ഒരു യാത്രയെ പൂർത്തീകരിക്കുന്നത്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഒരു പ്രസിദ്ധമായിരിക്കുന്ന പഴഞ്ചൊല്ലാണ്, റോം ഒരു ദിവസം കൊണ്ടല്ല റോമാനഗരം കെട്ടിപ്പടുത്തത്. They were laying bricks every hour. ഓരോ മണിക്കൂറിലും അവർ ഇഷ്ടിക വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Amen. നിങ്ങളുടെ ജീവിതത്തിന് വലിയ അന്തസത്ത ഉണ്ടാകും. ഗ്രേറ്റ് ഡയറക്ഷൻ, വലിയ ദിശാബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നിങ്ങൾക്ക് ചെയ്യുവാൻ തരുന്ന ദൈവിക ഉദ്ദേശത്തിലും പ്രവൃത്തിയിലും വലിയ സാക്ഷാത്കാരങ്ങൾ കാണുവാനായിട്ട് കഴിയും. യു വിൽ ബി ഗ്രോയിങ്. ഓരോ ദിവസം വളരെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആമേൻ. നാളുകൾ കഴിയും തോറും നമ്മുടെ ജീവിതം അതിമഹത്തായിട്ട് തീർന്നു. ഉൽപ്പത്തി തുടങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ.
സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ആഴ്ചയുടെ ഒടുവിൽ നമ്മളെ ശേഷം പുറകോട്ട് നോക്കിയിട്ട് എന്ത് കാണും? 7 ദിവസം പോയി. കർത്താവേ, അടുത്ത ആഴ്ചത്തേക്ക് കൃപ തരണമേ. Every day has God's plans and will and work for you. ഓരോ ദിവസവും കർത്താവിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹിതമുണ്ട്, പ്രവർത്തിക്കുവാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജീവിക്കുവാനായിട്ടുള്ള ഇടമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. ഓരോ ദിവസവും നമുക്കങ്ങനെ ജീവിച്ചു പോകണം. ആമേൻ. കാലങ്ങൾ കഴിയുമ്പോൾ ആത്മീയ കിളവന്മാരല്ല, ആത്മീയ രോഗികളല്ല, ആത്മീയമായിട്ട് ക്ഷീണം തട്ടിയവരല്ല, വാട്ടം പിടിച്ചവരല്ല, ഇല വാടിയതല്ല. പിന്നെ എങ്ങനത്തെയാ? തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. ഇതങ്ങ് പോവുക. ദൈവമക്കളെ, നമ്മുടെയൊക്കെ പോക്ക് കണ്ടാൽ തോന്നണം, ഇത് എവിടം വരെയായി പോകുന്നത്? എന്നാ പറ്റിയതെന്നല്ല ചോദിക്കേണ്ടത്, പിന്നെ എന്താ പറയേണ്ടത്? അയ്യോ, അന്ന് ബ്രദറിനെ കേൾക്കുമ്പം എന്തൊരു പുതുക്കമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു, ബ്രദറിൻ്റെ കൂടെയുള്ള കൂട്ടായ്മ എന്തൊരു പ്രോത്സാഹനമായിരുന്നു, എന്നെ പറ്റി. Nobody should ask that. No. എന്ത് ചോദിക്കണം? Praise the Lord. Today, ഇന്ന്. അങ്ങനെ ഇന്നിനെ നാം ദൈവസന്നിധിയിൽ ഓരോ ദിവസത്തെയും സമ്മാനത്തെ ഇന്നിനെ നാം സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ അറിയുവാനായിട്ട് കഴിയുന്നത്. പലർക്കൊരു വീടിലാണ്, എന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം, സാന്നിധ്യം, കൂട്ടായ്മയൊന്നും അറിയുവാൻ കഴിയാത്തൊരു കാരണം. വി ആർ നോട്ട് ലിവിങ് ടുഡേ. നാം ഇന്ന് ജീവിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇന്ന് ജീവിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ ഇടത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം നമുക്ക് മനസ്സിലാവും. ലോർഡ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? ഇതിൻ്റെ പ്രസക്തി എന്താണ്? വെർ ആം ഐ ലീഡിങ് ടു? എന്നെ അവിടുന്ന് എങ്ങോട്ടായി കൊണ്ടുപോകുന്നു? പരിശുദ്ധാത്മാവ് നല്ല നടത്തിപ്പുകാരനായി ഓരോ ദിവസവും നമ്മളെ കൊണ്ടുപോകും. ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Treasures of Darkness, Pastor Raju Ebenezer's latest book, originally published in the United States, is now published in India. Do you yearn for a closer walk with God? Do you long to serve God more fruitfully? Do you go through difficult times? If so, this book is for you. The book is being made available at all major Christian bookshops of India. It is also available at amazon.in and rajuebenezer.com. You may also call 0984 6598 704.